ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ലിസി. ഞാൻ UK-ലാണ്. ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ കൃഷിയും നേച്ചറും അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സമയം കിട്ടുമ്പോഴൊക്കെ ഒരു ചെറിയൊരു പ്ലേസേ ഉള്ളൂ. അതിനകത്ത് കുറച്ച് നമ്മുടെ നാടൻ വിത്തുകളൊക്കെ പാവി ചീര, പയറ് അതൊക്കെ ചെറുതായിട്ട് മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതിനു മുൻപ് ഒരു മല്ലിയിലയുടെ വീഡിയോ ചെയ്തിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഒരു മോർ ദാൻ 1 മില്യൺ പീപ്പിളാണ് അത് കണ്ടത്. അപ്പോൾ ഭയങ്കര സന്തോഷം. അതിനകത്ത് നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എല്ലാം എനിക്ക് ടൈപ്പ് ചെയ്ത് ഇടാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ കൂടെ വന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൂടിയും ചേച്ചി പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാനിപ്പം ഒരു ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ്, ഇതിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മല്ലിയിലയാണിത്. ഇതിപ്പോൾ ഒരു 10 to 12 days ആയി കാണും. അതൊന്നും കൂടി ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രത്യേകിച്ച് വലിയ ഹാർഡായിട്ടുള്ള വർക്കൊന്നുമില്ല അതിന്. നമ്മൾ സാധാരണ മല്ലി, ഇതിപ്പോൾ പാലാട്ടിൻ്റെ മല്ലിയാണ്, ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് എടുത്തത് കേട്ടോ. ചിലർ പറഞ്ഞു വിത്തിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാവുന്നത്. അത് ഞാൻ വാങ്ങിച്ചില്ല. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കണ മല്ലി. അത് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ടിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി പലകയില്ലേ, ചപ്പാത്തി പലക വെച്ചിട്ട് നമ്മുടെ ഈ ചപ്പാത്തി കോലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒന്ന് ഇങ്ങനെ ഞെരടി എടുത്തു. അതെന്തിനാന്ന് വെച്ചാൽ ഇത് രണ്ടായി കിട്ടണം. ഇതിനകത്ത് ഒരു മല്ലിയിൽ തന്നെ 2 വിത്തുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നന്നായിട്ട് ഒന്ന് ആയി കഴിഞ്ഞതിന് ശേഷം നോക്കുക അത് ആയിട്ടുണ്ടോന്ന്. അപ്പോൾ അതായത് 2 ആയിട്ടുണ്ടേ. ഇത് ഒരു വിത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് 2 ആയിട്ടുണ്ട് വിത്തുകൾ. എന്നിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കുക. സാധാരണ ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെക്കുക. അപ്പം ഇന്നിടാണെങ്കിൽ ഇന്ന് മൊത്തം നാളെ വരെ അവിടെ കിടക്കട്ടെ. അപ്പോൾ നാളെ ഈ സമയമാകുമ്പോഴത്തേക്കും ഡ്രെയിൻ ചെയ്ത് നമ്മൾ സാധാരണ മണ്ണിൽ പാവുന്ന പോലെ അങ്ങ് പാവിയാൽ മതി. ഞാനിതിപ്പോൾ പാവി വെച്ചിരിക്കുന്നതാണിത്. ഇനി പാവണത് കാണിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ചട്ടി റെഡിയാക്കി വെച്ചിട്ടില്ല. ഇതിപ്പോൾ പാവി ഇത് ഇന്നലെ റെഡിയാക്കി വെച്ചതാണ്. ഇതിനകത്ത് സാധാരണ നമ്മൾ ഈ പയറിടുന്ന പോലെയല്ല ഇടുന്നത്, കുറച്ച് കൂട്ടായിട്ട് ഇടണേ. അപ്പോഴാണ് ഇത് നല്ല കൂട്ടായിട്ട് വളർന്നു വരുള്ളൂ. ഞാൻ നോക്കട്ടെ, ചട്ടി ഉണ്ടെങ്കിൽ ഇപ്പം ഇത് വെള്ളത്തിലിട്ടില്ലെങ്കിൽ നിങ്ങളെ വേണമെങ്കിൽ ഒന്ന് പാവി കാണിച്ചു തരാം കേട്ടോ. ഒന്ന് നോക്കട്ടെ, ചട്ടി ഉണ്ടെങ്കിൽ ഇപ്പോൾ വരാം കേട്ടോ. അപ്പോൾ ഒരു ചട്ടി കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ ചട്ടിയാട്ടോ കിട്ടിയിരിക്കുന്നത്, ചെറുതാണേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ മല്ലി ഒന്ന് പാവി കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ വെള്ളത്തിലിട്ടിട്ടില്ല, നിങ്ങളെ കാണിക്കാനായിട്ട് എടുക്കുക. അപ്പം ഇത് കുറച്ചങ്ങ് എടുക്കുക, നല്ല കൂട്ടായിട്ട് അങ്ങ് ഇടുക. എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ ഇട്ടാൽ മതി. അപ്പം ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മുളച്ചു വന്നോളും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഇട്ടു. എല്ലാം ഇങ്ങനെ നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്തങ്ങ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ മണ്ണിട്ടിട്ട് മൂടുക. ജസ്റ്റ് ഒന്ന് കാണാതിരുന്നാൽ മതി മല്ലിയുടെ ആ ഒരു സീഡ്, ഇത്രയും മതി. എന്നിട്ട് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. കാണുന്നുണ്ടോ? നന്നായിട്ട് അങ്ങ് സ്പ്രിങ്കിൾ ചെയ്യുക വെള്ളം. ഓക്കെ. എന്നിട്ട് ഇത് ഒരു സ്ഥലത്ത് നമ്മൾ വെക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടും പാടില്ല, ഭയങ്കര തണലും പാടില്ല. അങ്ങനത്തെ സ്ഥലത്ത് വേണം. സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യണം. പക്ഷേ ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് വളർന്നു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ വളർന്നു വന്നാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടേ വെക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ക്ഷമയും സ്നേഹമാണ് വേണ്ടത് കേട്ടോ. കാരണം ഇത് വളർന്നു വരാനായിട്ട് നമ്മൾ ഈ നമ്മുടെ പയറിൻ്റെ ഒക്കെ വിത്താണെങ്കിൽ ഒരു 2, 3, 4 ദിവസത്തിനുള്ളിൽ വളർന്ന് ഇങ്ങനെ മുളച്ച് വരുമല്ലോ. ഇത് സമയം എടുക്കും മുളച്ച് വരാനായിട്ട്. ഇതൊരു 1 വീക്കിൽ കൂടുതൽ എടുക്കും ഇതിൻ്റെ മുള കാണാനായിട്ടേ. അന്ന് മുളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴിക്കരുത്. നമ്മൾ എന്താ പറയുക, പയറിനൊക്കെ ഒഴിക്കുന്ന പോലെ ഇതുപോലെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ചാഞ്ഞു പോകും. ഇപ്പം നമ്മുടെ വീട്ടിൽ വളർന്ന് വന്നിരിക്കുന്നതാണിത്. അപ്പം ഇതിന് വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു പാത്രം എടുക്കുക, ഗ്ലാസ്സോ എങ്ങനെ എന്തായാലും മതി. എന്നിട്ട് ഇങ്ങനെ സൈഡിലേക്കൂടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വകഞ്ഞ് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ നടുക്ക് വേണമെന്നുണ്ടെങ്കിൽ നടുക്ക് ഇതില്ലാത്ത സ്ഥലത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ എല്ലായിടത്തേക്കും വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ചേച്ചിയുടെ മുളച്ച് വന്ന മല്ലി കേട്ടോ. അതേ ഇത് അല്ലേ, ക്ലീൻ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രൊസീജിയർ.
എന്നിട്ട് ഒരു 2-3 വീക്സ് എടുക്കും നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ. ഇത് ഇനിയിപ്പോൾ ഇനി ഒരു 2 വീക്സിനും കഴിയണം എടുക്കണമെങ്കിൽ. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു പിടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കും. നമുക്കിപ്പോൾ ഒരു കറിക്ക് കുറച്ച് മതിയല്ലോ. ഇതിപ്പോൾ ഒരു 3-4 കറിക്കുള്ളതുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇത് തീരാറാവുമ്പോഴത്തേക്കും ഇത് മുളച്ച് വരും എന്തായാലും. അപ്പം ഞാൻ അങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ വെക്കും. ഇപ്പം ഇന്ന് നിങ്ങളുടെ മുൻപിൽ വെച്ച് പാവിയതും ഇത് വെള്ളത്തിലിട്ടില്ലെങ്കിലും മുളച്ച് വരും കേട്ടോ. വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് മുളയ്ക്കുന്നുള്ളൂ. വെള്ളത്തിലിട്ടില്ലെങ്കിലും ഒരു 1 വീക്ക് എന്നുള്ളത് കുറച്ചുകൂടി ഒരു 6 to 7 days എടുക്കും മുളച്ച് വരാനായിട്ട്. അത്രയും വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നും. ഞാൻ എൻ്റെ കമൻസ് കുറച്ച് വായിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. കാരണം നിങ്ങൾ എത്ര സമയം എടുത്ത് എൻ്റെ വീഡിയോ കണ്ട് കമൻസ് ചോദിച്ചതാണ് ചേച്ചിയോട്. അപ്പം എൻ്റെ ഒരു സ്നേഹത്തിന് ഞാനത് തിരിച്ചു നൽകണ്ടേ. ഷഫീൻ എന്ന് പറഞ്ഞ ഒരു ഇതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ വിത്തിനായിട്ടുള്ള മല്ലിയാണ് വാങ്ങിയത്. അവർ പറഞ്ഞ പോലെ ചെയ്തു. ഇപ്പോൾ വളർന്ന് നിൽക്കുന്നു. മല്ലിയില വളർത്തുക എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. അതെ അതെ, നമുക്ക് എല്ലാ ചെടികളും ഉണ്ടെങ്കിലും നമുക്ക് ഈ മല്ലിയില കറിവേപ്പിലൊക്കെ ഒന്ന് അതിങ്ങനെ വളർന്നു വരുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണല്ലേ. ഇപ്പം ഇതിന് ഈ മല്ലിയിലയ്ക്ക് ഇപ്പോൾ ഈ മാർക്കറ്റിലൊന്നും വലിയ വിലയൊന്നുമില്ല. നമുക്ക് ഒരു ബഞ്ച് മേടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ വീട്ടിലെ മല്ലിയില ഇടുന്നു പറയുമ്പം അതിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ ഇതിനു മുൻപ് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രചോദനമായിട്ട് ആരെങ്കിലും മല്ലിയില വീട്ടിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഷഫീൻ അത് വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം. അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ അവർ വാങ്ങിച്ചത് പക്ഷേ വിത്തിനായിട്ടുള്ള മല്ലിയാണ് വാങ്ങിയത്. അപ്പോൾ അങ്ങനെയും വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും കടയിൽ. ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ താങ്ക് യു ഷഫീൻ. പിന്നെ പ്രജിത, എൻ്റെ ചേട്ടന് മല്ലിയില ഇട്ട് കുക്ക് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് ട്രൈ ചെയ്യും. ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാമല്ലോ. ഓക്കെ ചെയ്യൂ കേട്ടോ. ചെയ്തിട്ട് റിപ്ലൈ ഇടണേ പ്ലീസ്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമോ? പിന്നെ വന്നിരിക്കുന്നത് ലീന എന്ന് പറഞ്ഞ ഒരു ഇതാണേ. എൻ്റെ ഒരു ആഗ്രഹമാണ് മല്ലിയില വളർത്തുക എന്നത്. ഞാൻ ട്രൈ ചെയ്യും. പ്ലീസ് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ഉഷ, ഞാനും ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും ശരിയല്ല. ഇനി ഒന്നുകൂടി ട്രൈ ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ എന്തായാലും മുളച്ചു വരും. ഇതുപോലെ തന്നെ വരും കേട്ടോ. ഇത്രയും ബുദ്ധിമുട്ടേ ഉള്ളൂ. ഞാനും ആദ്യമൊക്കെ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ഫെയിലായി പോയി. ഞാൻ പല രീതിയിൽ ട്രൈ ചെയ്തു. ആദ്യം ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഒരു തുണിയിൽ ഈ മണ്ണൊക്കെ കൂട്ടി ഇങ്ങനെ കിഴി പോലെ കെട്ടിവെച്ചു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ എല്ലാത്തിൽ നിന്നും സിമ്പിളായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. എനിക്കും ഇതാണ് സിമ്പിള്. മറ്റതൊക്കെ കുറേ പ്രൊസീജിയറുകളുണ്ട് ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് കുറച്ച് മതിയല്ലോ. അപ്പം ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ബെന്നി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. പിന്നെ ശ്യാമള പറഞ്ഞിരിക്കുന്നത് സൂപ്പറാണ്. താങ്ക് യു. പിന്നെ ചന്ദ്രമോഹൻ, ഗുഡ്, താങ്ക് യു ഫോർ യുവർ ഗൈഡൻസ്. താങ്ക് യു. പിന്നെ ആദിത്യ അങ്ങനെയാന്ന് തോന്നുന്നു. കാരണം ഇത് ഈ നമ്മുടെ ഇമെയിലിൻ്റെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് പേര് കിട്ടില്ല. തമ്പ് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. പിന്നെ അനു സൂപ്പർ. പിന്നെ ശാന്തകുമാരി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീല നൌഷാദ് സൂപ്പറാണല്ലോ, അടിപൊളി. അപ്പോൾ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ മന്ദാകിനിയാണെന്ന് തോന്നുന്നു, ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഇടണേ. പിന്നെ അലിയാസർ, അലി ആയിരിക്കും, അത് ഒരു ഹാർട്ട് ഇട്ടിട്ടുണ്ട്. താങ്ക് യു. മിനി, ഐ വിൽ ട്രൈ, പ്ലീസ് ട്രൈ. സജിത, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് മല്ലിയില വളർത്താൻ. എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കി നോക്കണം. അതെ അതെ അതെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈകൾ കൊണ്ട് ഒരു ചെറിയ എന്താ പറയുക, ഒരു 4 പയർ കിട്ടിയാലും അതിന് എന്തൊരു സ്വാദാണല്ലേ. അത് നമ്മൾ ആ പയറുണ്ടാവുന്നത് മുതൽ നമ്മൾ അതിൻ്റെ സീഡ് നടുന്ന ആ ടൈം മുതൽ വെള്ളം ഒഴിക്കുന്നതും അതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള സ്ട്രെസ്സൊക്കെ പോകാൻ ഭയങ്കര ഇതാണ്. നമ്മുടെ സ്ട്രെസ് റിലീഫിനുള്ളൊരു ഭയങ്കര ഒരു റെമഡിയാണ് ഈ പച്ചക്കറികളും പൂക്കളും ഒക്കെ വളർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ചിലപ്പം ഈ നേഴ്സിൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് നൈറ്റൊക്കെ കഴിഞ്ഞ് വരുമ്പം നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യും, ഉറക്കം ശരിക്കും ശരിയായില്ലെങ്കിൽ. അപ്പം ഞാൻ പെട്ടെന്ന് ഇവിടേക്ക് അങ്ങ് കയറി വരും. ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ ചിലപ്പോൾ മുല്ലയുടെ ഒരു തൈ നിപ്പുണ്ട്, അല്ലെങ്കിൽ പയറിൻ്റെ പൂവിട്ടതുണ്ട്, പൂക്കളുണ്ട്, സൂര്യകാന്തി വിടർന്ന് നിപ്പുണ്ട്, മല്ലിയിലുണ്ട്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എൻ്റെ സ്ട്രെസ്സൊക്കെ ഞാൻ മറന്നു പോകും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊരു റെമഡിയാണ് കേട്ടോ. എല്ലാവരും നോട്ട് ദ പോയിന്റ്. പിന്നെ അമീർ എന്നായിരിക്കും, സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗിരിജ, താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമർനാഥൻ, അത് കറക്റ്റ് പേരെനിക്ക് കിട്ടുന്നില്ല കേട്ടോ. ഇഷ്ടമായി, ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ സുഗത മോഹൻ ആയിരിക്കും, വെരി ഗുഡ് പ്രസന്റേഷൻ, താങ്ക് യു ചേച്ചി എന്ന്.
ഇത് സാധാരണ പ്രസന്റേഷൻ, ഞാനൊന്നും പ്ലാൻഡ് അല്ല കേട്ടോ. ജസ്റ്റ് ഇവിടെ വന്നിട്ട് എന്താണോ വായിൽ വരുന്നത് അങ്ങനെ പറയണമെന്നുള്ളൂ കേട്ടോ, ഒന്നും പ്ലാൻഡ് അല്ല. പിന്നെ റീന എന്ന് പറയുന്ന സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നസീഫ്, എനിക്കും ശരിയാക്കാൻ കിട്ടുന്നില്ല, അത്രയ്ക്കും ഇഷ്ടമാണ് മല്ലിയില, ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇന്ന് വരെ ആയിട്ടില്ല എന്ന്. പക്ഷെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ഞാൻ പറയുന്ന പോലെ ഈ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുളച്ച് കിട്ടും. നമുക്ക് ബിസിനസ് ഒന്നുമല്ലല്ലോ, നമ്മുടെ വീട്ടിലേക്കുള്ള ഇതുപോലൊരു ചട്ടി എന്തായാലും മുളച്ച് വരും. വളരെ ചൂടും വളരെ തണുപ്പും ഇല്ലാത്ത സ്ഥലത്ത് നമ്മുടെ എവിടെയാ പറയണത്, എന്തെങ്കിലുമൊക്കെ ഒരു ചോല ഉണ്ടാവില്ലേ, അതിന്റെ താഴെ കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ ഭയങ്കര സൂര്യപ്രകാശം വരില്ലല്ലോ. പക്ഷെ ഇപ്പം നാട്ടിലും മഴയാണെങ്കിലും മഴയുടെ താഴെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ കിളിച്ചു വരാൻ പാടായിരിക്കുവേ. അപ്പൊ അതനുസരിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം കേട്ടോ. കുറേ കമന്റുകളൊക്കെ എല്ലാം മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ, സോറി. പിന്നെ അതെ അതെ അതെ, ഞാനൊന്നിവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ലല്ലോ അല്ലേ. കുറച്ചുകൂടി കമന്റുകൾ വായിക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലേ, ഓക്കെ ഓക്കെ. പിന്നെ ജെസ്സി, ഇത് ഞാൻ വായിച്ചോ? കുറേ നമുക്കിങ്ങനെ മിസ്സായി പോവേ. ഞാൻ ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല, ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അത് അലീന ആണ് ഇട്ടിരിക്കണത്, താങ്ക് യു. പിന്നെ ജയ, സൂപ്പർ വിശദീകരണം, നന്നായി ഭംഗിയുള്ള മല്ലിയില, താങ്ക് യു. ഓമന, ഇഷ്ടമായി, ഞാൻ തോറ്റുപോയ കൃഷി, ഒന്നുകൂടി ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ജെസ്സി ജോസഫ്, സൂപ്പർ അടിപൊളി, ഞാനും പരിശ്രമിക്കട്ടെ, ചെയ്യൂ. പിന്നെ റോസിലി, ജീവിതത്തിൽ തോറ്റുപോയ ഒന്ന് ഇതാണ്, നോക്കട്ടെ എന്നിട്ട് ജയിച്ചിട്ട് വരാം. ജയിച്ചിട്ട് വരൂ കേട്ടോ. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഈ ഫേസ്ബുക്കിൽ ഞാനിപ്പോൾ കുറച്ച് പോസ്റ്റുകൾ ഇട്ട് തുടങ്ങി ഫേസ്ബുക്കിൽ. ഞാൻ ഇടാറുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാർ, എൻ്റെ ടീനയായിട്ട് എന്നെ പ്രചോദിപ്പിച്ചത്, ചേച്ചി ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ടീനയോട് ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇട്ട് തുടങ്ങി. ഞാൻ ഏറ്റവും ആദ്യം ഇട്ടത് എന്തായിരുന്നു, കറിവേപ്പിലയുടെ ആയിരുന്നു. അത് കുറേ പേര് കണ്ടു. അപ്പം ഇന്ന് ഞാനിപ്പോൾ മല്ലിയിലയുടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറുതിങ്ങനെ ഇടുമ്പം എനിക്കൊരു സന്തോഷം കേട്ടോ. നിങ്ങളും ഫേസ്ബുക്കിലൊക്കെ ഇടുന്നവരാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ കാണുന്നതിനൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ടേ. പിന്നെ ഈ മെത്തേഡ് ഇന്ന് തന്നെ പരീക്ഷിക്കും, നല്ല ഭംഗിയായി നിൽക്കുന്നു. അത് KGG അതാണ് വന്നിരിക്കുന്നത്. പിന്നെ VN കുട്ടീന്ന്, ഇഷ്ടമായി, ഞാൻ ഇതുപോലെ തന്നെ ചട്ടിയിൽ മല്ലിയിട്ട് വളർത്താറുണ്ട്. ഇതുപോലെ വീഡിയോ ചെയ്ത് നന്നായി, അത് കാണുമ്പോൾ എന്ത് സന്തോഷമാണ്. അതെ 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 അതെ. പിന്നെ വേറെ ഒന്ന് വെച്ചിട്ടുണ്ട്, ഹാജറ സലാം, അതാ വന്നിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്. എന്തായാലും സമയക്കുറവ് ഉണ്ടായിട്ടും ഇങ്ങനെ ചെയ്തല്ലോ, അത് കണ്ടതിൽ വളരെ സന്തോഷം, ബിഗ് സല്യൂട്ട്. അതെ അതെ, സമയക്കുറവാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു ചാരിറ്റിയിലൊക്കെ ഒരു മെമ്പറാണ് ഞാൻ. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. പിന്നെ ജോലിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ജോലിക്ക് പോകുന്നുണ്ട്, അതിനൊക്കെ ട്രെയിനിങ് വരും. അതിനിടയ്ക്ക് പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനും കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ അതിന് പോകും. അപ്പൊ ടൈം ശരിക്കും ചോദിച്ചില്ല, പക്ഷെ ഞാൻ എല്ലാത്തിനും ടൈം ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ജയശ്രീ, ഞാൻ ചെയ്ത് നോക്കിയിട്ട് പരാജയപ്പെട്ടു പോയി, ഒന്നുകൂടി ചെയ്ത് നോക്കൂ കേട്ടോ, ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നെ കുഞ്ഞോൾ എന്ന് പറഞ്ഞ ഒരു ഇന്ന് നാളെ ഞാനും ഉണ്ടാക്കി നോക്കട്ടെ, സൂപ്പറായി. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയേക്കണവരൊന്ന് കമന്റ് ചെയ്യണേ. എന്താണ് നിങ്ങൾക്ക് പറ്റാത്തതെന്നും കൂടി ഒന്ന് പറയാം. അപ്പൊ ഞാൻ ചേച്ചി അത് ഒന്ന് പറഞ്ഞുതരാം ഒന്നും കൂടി ക്ലിയർ ആയിട്ട്. പിന്നെ ബിന്ദു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി തവണ നോക്കിയിട്ട് പരാജയം വന്നൊരു സംഭവം, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ബീന വിജയൻ, ഇത് ഒരു പുതിയ അറിവാണ്, ഇത് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി, ഇതുപോലെ ചെയ്ത് നോക്കട്ടെ. ഓക്കെ ചെയ്ത് നോക്കണേ. പിന്നെ റാബിയ, ഞാൻ തോറ്റതും ഇതിനാണ്, എന്നാലും ഞാൻ ട്രൈ ചെയ്യൂട്ടോ. പിന്നെ ജയശ്രീ, സന്തോഷം, നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നതിന്. നമ്മൾ സിമ്പിൾ ആയിട്ടല്ലേ പറയുന്നേ. പിന്നെ പ്രീത, ഞാൻ കുറേ വട്ടം ചെയ്ത് നോക്കി, ഉണ്ടായില്ല, ഭയങ്കര വിഷമമായിരുന്നു, ഇനി ഇതുപോലെ ചെയ്യാം. നിങ്ങൾ ഈ കമന്റ് ഇട്ടേക്കണവരൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ. അപ്പൊ എനിക്ക് ഇത് വളർത്തിയാലും എനിക്ക് സന്തോഷമാവും. എനിക്ക് മറ്റുള്ളവർ ചെയ്യണത് കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ബിന്ദു, ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇതുവരെ ഇതുപോലെ കിട്ടിയിട്ടില്ല, നാളെ ഞാൻ ചെയ്ത് നോക്കും, ഒന്ന് ചെയ്ത് നോക്കണേ, എന്നിട്ട് കമന്റ് ഇടണേ. പിന്നെ സീമോൾ, അടിപൊളി, കുറെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ബട്ട് ഉണ്ടായില്ല, ഇത് നോക്കണം, ചെയ്ത് നോക്കൂട്ടോ. പിന്നെ ഗണേഷ്, സൂപ്പർ ആയിട്ടുണ്ട്. ഗീത, ഞാനും നട്ടിട്ടും പിടിച്ചില്ല, ഇനി നോക്കണം, നല്ല രസമുണ്ട് കാണാനായിട്ട്, താങ്ക് യു. നമ്മൾ ഏതൊരു പ്രവൃത്തിയും മറ്റുള്ളവർ നന്നായി എന്ന് പറയുമ്പം നമുക്ക് എന്തൊരു സന്തോഷമാണ് അല്ലേ. ചിലർക്ക് അത് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഒന്നും വേണ്ട, ഒരാളൊരു സാരി ഉടുത്തോ അല്ലെങ്കിൽ ഒരു നല്ല ഷർട്ടോ നല്ല മുടിയൊക്കെ സ്റ്റൈൽ ചെയ്തോ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ നമ്മൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് പറയുമ്പം അവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വെരി ഗുഡ് ആണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നല്ലതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ, താങ്ക് യു സോ മച്ച്. പിന്നെ സൂസമ്മ, നന്നായിട്ടുണ്ട്,
എന്ന് പറഞ്ഞു. ലത പരീക്ഷിക്കും, നല്ല രസമുണ്ട് കാണാൻ. രാധമ്മ നല്ല ഒരു റെസിപ്പി കാണിച്ചു തന്നതിൽ വലിയ സന്തോഷം, താങ്ക്സ്. ഞാൻ പല തവണ നോക്കിയിട്ടും സാധിച്ചില്ല, ശ്രമിച്ചു നോക്കൂ കേട്ടോ. എന്നിട്ട് മെസ്സേജ് ഇടണേ പ്ലീസ്. നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾ എവിടെയുള്ളവരാണ് ഒന്നുകൂടി പറയൂ, അപ്പോൾ എനിക്ക് ഒന്നറിയാലോ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാൻ പറ്റുമെന്ന് നോക്കാമല്ലോ. ബിന്ദു ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല, ഗുഡ് ഇൻസ്പിറേഷൻ ടു ട്രൈ. ഇന്നലെ വാങ്ങിയ ഫ്രഷ് മല്ലിയുണ്ട്, ഡെഫിനറ്റ്ലി ട്രൈ ടുഡേ ഇറ്റ്സെൽഫ്. ട്രൈ ചെയ്ത് വന്നിട്ട് മെസ്സേജ് ഇടണേ. പിന്നെ ശിവ യൂസ്ഫുൾ വീഡിയോ, താങ്ക് യു. ബിജി സൂപ്പർ, താങ്ക് യു. അനിത നന്നായിട്ടുണ്ട്, താങ്ക് യു. പിന്നെ കരാ ഡെലി, അത് അങ്ങനെയാണ്, CARAA അങ്ങനെയാണ് തുടങ്ങുന്നത്. ഇഷ്ടമായി, ട്രൈ ചെയ്യണം കേട്ടോ. രജി ചെയ്ത് നോക്കാം, താങ്ക് യു. ധന്യ ഞാനും ചെയ്ത് നോക്കാം. മാഡം എന്ന് വിളിക്കണ്ട കേട്ടോ, എനിക്ക് എന്നെ ചേച്ചി എന്ന് വിളിക്കണത് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോഴല്ലേ നമുക്ക് ആ ഒരു നമ്മുടെ നാട്ടിലൊരു സാധാരണ ഒരു സ്നേഹം വരുള്ളൂ. താങ്ക്സ് ഫോർ യുവർ ഗുഡ് ഇൻഫോർമേഷൻ, താങ്ക് യു. പിന്നെ അനിത ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സന്ധ്യ ട്രൈ ചെയ്യാം. സുഹറ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിഷ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗീത കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല മല്ലിയില, താങ്ക് യു. ഇന്ദിര സൂപ്പർ, അടിപൊളി മല്ലിയില, നാളെ തന്നെ മല്ലി വാങ്ങി ചെയ്ത് നോക്കണം. കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി. അതായത് നമുക്ക് എല്ലാവർക്കും ഇനിയിപ്പോൾ വീട്ടിൽ സ്ഥലം ഇല്ലെങ്കിൽ കൂടി ഒരു ചെറിയൊരു പാത്രം മതി. നമ്മുടെ എന്തെങ്കിലും ഈ മിഠായി പാത്രം എന്തെങ്കിലും ആയാലും അതിന്റെ താഴെ രണ്ടൊന്നും ഹോൾ ഉണ്ടാക്കിയിട്ട് അതായാലും മതി. ചട്ടി തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ. സുബൈദ ഇഷ്ടമായി. ശ്രീകല ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചു പക്ഷെ പരാജയപ്പെട്ടു. നിങ്ങളെങ്കിലും ചെയ്ത് വിജയിച്ചല്ലോ, വളരെ സന്തോഷം. ഞാൻ ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ചെയ്ത് നോക്കൂട്ടോ. നമ്മൾ പരാജയം എന്നുള്ളൊരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ട. നമ്മൾ എപ്പോഴും വിജയിച്ച് തന്നെ പോണം. എന്താ നമ്മൾ മഹാന്മാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, പരാജയങ്ങളിലൂടെയാണ് വിജയങ്ങളെ കൊയ്യാൻ പറ്റുന്നതെന്ന്. അത് അങ്ങനെ ചിലർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് എല്ലാവർക്കും വേണ്ടി പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് കേട്ടോ അത്. അപ്പം അതുകൊണ്ട് പരാജയം ഇല്ല നമ്മുടെ ജീവിതത്തിൽ, വിജയം മാത്രമേ ഉള്ളൂ. പിന്നെ സുധ അങ്ങനെ ഹാർട്ടൊക്കെ തന്നിട്ടുണ്ട്. സീത എനിക്കിഷ്ടമായി, താങ്ക് യു. ലിൻസി ഞാനും ഒന്ന് നോക്കാട്ടോ. ഷക്കീറ ഞാൻ ചെയ്ത് നോക്കും. ചില പേരുകളൊക്കെ ഞാൻ വായിച്ചതിൽ സ്പെല്ലിങ് അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണോട്ടെ ചേച്ചിയോട്. ഒന്നാമത്തെ കാര്യം ചേച്ചി കന്നഡ കൊണ്ടുവന്നില്ല, അപ്പം ചെറിയ അക്ഷരം അല്ലേ, അപ്പം തെറ്റുകൾ ഉണ്ടാവും, ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഷീബ ഇഷ്ടായി. റെയ്ഹൻ വെരി ഗുഡ്. സുബൈദ ഇനി ഇതുപോലെ ചെയ്ത് നോക്കണം, ചെയ്യണം കേട്ടോ. പിന്നെ സുബൈദ ഗ്രേറ്റ്. പിന്നെ ഷാർജ കാസിം സൂപ്പർ, ഞാൻ ചെയ്ത് നോക്കിയിട്ട് പക്ഷെ പരാജയപ്പെട്ടു. ഇനി എല്ലാവരും ചെയ്ത് നോക്കണേ. പുത്തൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്, അടിപൊളി സിസ്റ്റർ, എല്ലാ ഭാവങ്ങളും, താങ്ക് യു. രാധ സൂപ്പർ. ഷാൻഡി ഇഷ്ടായി. ഗീത സൂപ്പർ, വളരെ സിമ്പിളായി കാണിച്ചു തന്നതിന് എൻ്റെ സന്തോഷം അറിയിക്കുന്നു. പിന്നെ നുന്നൂസ് എന്നാണ്, ഗുഡ് ഇൻഫോർമേഷൻ. പ്രദീപ് ഒത്തിരി ഇഷ്ടമായി. സാലി സൂപ്പർ. ലിസി സാലി ഫിലിപ്പ്, അത് എനിക്കറിയണത് കേട്ടോ. സാലി ചേച്ചി താങ്ക് യു. ശിവ ഇഷ്ടായി. ബീന സൂപ്പർ, എനിക്കും ചെയ്യണം. ഷൈബി രാജൻ സൂപ്പറാണല്ലോ. ലൈബി ഇഷ്ടായി. ബീന ഞാനും നോക്കട്ടെ, കൊള്ളാം. ഇതിനകത്ത് UK യിലുള്ളവരൊക്കെ ഉണ്ടോ എനിക്കറിയില്ല, പേര് പെട്ടെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം നിങ്ങൾ ഇനി ആരെങ്കിലും ഇതിന് എൻ്റെ ഇപ്പം ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുമ്പം സ്ഥലവും കൂടി ഒന്നിടണേ. പിന്നെ അൽബാന ഇഷ്ടായി. അനിത സൂപ്പർ, അടിപൊളി. സെലിൻ സൂപ്പർ. സുനിത ശ്രമിച്ചു നോക്കട്ടെ. ടോം മാത്യു നല്ല ഐഡിയ, താങ്ക് യു. വീണ ഐ ഓൾസോ ട്രൈഡ് സെവറൽ ടൈംസ്, കുഡ് നോട്ട്. താങ്ക് യു ഫോർ യുവർ അഡ്വൈസ്, ഷാൾ ട്രൈ, പ്ലീസ് ട്രൈ. സുനിൽ സൂപ്പർ. സന്ധ്യ സൂപ്പർ. ഷാനി ഞാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു, ഇനിയും ശ്രമിക്കാം. ഷാനി ഇഷ്ടായിട്ടോ കൂട്ടായിട്ടോ ഇഷ്ടായി എന്ന് എഴുതിയിരിക്കുന്നത്. ധന്യ എനിക്ക് കുറേ നോക്കി, ഇനി ഇതുപോലെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് വിജയിച്ചിട്ട് വരണം കേട്ടോ. വിജയശ്രീ ലാളിതരായിട്ട് വരൂ. മാലിനി ചെയ്ത് നോക്കി പറയാട്ടോ, ഒരുപാട് നന്ദി. എലിസബത്ത് സൂപ്പർ ഐഡിയ, പെട്ടെന്ന് പറഞ്ഞു തീർത്തു, വളരെ നന്ദി. ഈ വീഡിയോ ലെങ്തി ആട്ടോ. ടേസ്റ്റി ഡോട്ട്സ് മാഷാള്ള, അടിപൊളി, മാഷാള്ള, സൂപ്പറായിട്ട് വരട്ടെ. പിന്നെ പ്രഭിത നന്നായി, ഓക്കെ. അജിത വിനോദ് കൊള്ളാം. വത്സല വെരി നൈസ്. സ്റ്റെല്ല സൂപ്പർ ആയിട്ടുണ്ട്, വെരി ട്രൈ ചെയ്യണം. ശൈലജയാണേ, വളരെ സന്തോഷമുണ്ട്. മല്ലിയില ഉണ്ടാക്കുന്ന രീതി, അതെ. പിന്നെ നസീമ സൂപ്പർ, ചെയ്തു നോക്കാം.
നസീമ എന്ന് പേര് കേട്ടപ്പോൾ എനിക്കൊരു പെട്ടെന്ന് എൻ്റെ മനസ്സ് ഒരു ഇച്ചിരി ഇമോഷണലായിട്ടോ. ഞാൻ 8ഉം 9ഉം 10ഉം പഠിച്ചത് നസീമ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്തിരുന്ന, നന്നായിട്ട് പഠിക്കും, നല്ല ഹാൻഡ് റൈറ്റിങ്, നല്ല നീറ്റായ ഹാൻഡ് റൈറ്റിങ്, മാത്സിനൊക്കെ ഫുൾ മാർക്ക് അവർക്ക്, നല്ല തട്ടമൊക്കെ ഇട്ട് വരുന്ന ഒരു തട്ടം എന്താ പറഞ്ഞ തട്ടത്തിൻ മറയത്തെന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു നല്ലൊരു എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. അവളുടെ ഫാദർ അന്ന് ഗൾഫിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവളുടെ വീട്ടിലൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് അവിടെ നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഗൾഫിലെ മിഠായിയൊക്കെ കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതല്ലേ. അങ്ങനെ ആ മിഠായിയൊക്കെ കഴിച്ച്, പക്ഷെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവള് വേറെ കോളേജിലായിരുന്നു, ഞാനും വേറെ കോളേജിലാണ്. അന്നൊന്നും പിന്നെ അങ്ങനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യണമെന്നുള്ളൊരു ഇതൊന്നും ഇല്ലല്ലോ അന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഞങ്ങൾ 10ാം ക്ലാസ്സുകാർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇപ്പോൾ ഒരു 30-32 വർഷങ്ങൾക്ക് ശേഷമാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ആദ്യം അന്വേഷിച്ചത് അവളെയാണ്, നസീമെ. അപ്പം വളരെ വിഷമപ്പെടുത്തുന്ന ഒരു ന്യൂസായിരുന്നു. അവള് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അവൾക്ക് അസുഖമായിരുന്നു, ഞാൻ അറിഞ്ഞതേ ഇല്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഒരു പേര് കേട്ടപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ വന്നു കേട്ടോ. നിങ്ങളെ ഞാൻ ഇമോഷണൽ ആക്കിയെങ്കിൽ സോറി. പിന്നെ എസ്തർ സൂപ്പർ, കണ്ടിട്ട് കൊതിയാവുന്നു, ട്രൈ ചെയ്യാം. ശ്രീദേവി സൂപ്പർ മിടുക്കി, താങ്ക് യു. രാജൻ നന്നായിട്ടുണ്ട്, നല്ല അവതരണം, താങ്ക് യു. മണി ഞാനും ചെയ്തു നോക്കാം, താങ്ക് യു. സജിത ഈ അറിവ് പറഞ്ഞു തന്നതിന് നന്ദി. മീന ഇഷ്ടായി. വസന്ത സൂപ്പറായിട്ടുണ്ട്. ശ്രീലത സീതാലക്ഷ്മിയാണേ, സോറി, വളരെ ഇഷ്ടമായി. വത്സല ആഹാ അടിപൊളി, എനിക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ മുഴുവൻ പോയി. ആണോ, ഇനി ഉണ്ടാക്കി നോക്കണേ. പിന്നെ പ്രസന്ന സൂപ്പർ. ബാലൻ നൈസ് വീഡിയോ, ട്രൈ ചെയ്യാം. സേഫ് വളരെ ലളിതമായി പറഞ്ഞു തന്നു, പരീക്ഷിച്ച് നോക്കിയിട്ട് റിസൾട്ട് പറയാം. മിനിമോൾ അടിപൊളി. രാധാകൃഷ്ണൻ സൂപ്പർ. മധു നൈസ്. സ്നേഹ വർഗീസ് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആയിരുന്നു, ഇനി ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ, നല്ല അവതരണം, താങ്ക് യു. രേഷ്മ ട്രൈ ചെയ്യണം. സിനി കീർത്തന കൊള്ളാം. റഹിയ നന്നായിട്ടുണ്ട്, ഞാനും ട്രൈ ചെയ്ത് പക്ഷേ സക്സസ് ആയില്ല, ഒന്നുകൂടി ശ്രമിക്കാം. മുംതാസ് ചെയ്ത് നോക്കണം. ആമിന ഇഷ്ടായി, താങ്ക് യു. സൂസൻ തോമസ് ഞാനും ചെയ്ത് നോക്കും മാം വേണ്ട കേട്ടോ ചേച്ചി, മതിയേ. ആഷമോൾ സൂപ്പർ. പിന്നെ വേറെ PREMIB ആണേ, അപ്പം പ്രീമിയർ അങ്ങനെയായിരിക്കുവേ, അത് ഇമെയിലിൻ്റെ അല്ലേ വരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു, താങ്ക് യു. ജ്യോതി സൂപ്പർ. വിജയലക്ഷ്മി സൂപ്പർ, പരിശ്രമിക്കട്ടെ. പിന്നെ സുരഭി ഇഷ്ടായി. രജനി പ്രകാശ് സൂപ്പർ. സുബൈദ BV കൊള്ളാം, നന്നായിട്ടുണ്ട്, ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു, പരാജയപ്പെട്ടു. സുബൈദ BV. അപ്പോൾ അത് വരെ കേട്ടോ ഞാൻ വായിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വായിക്കാം കേട്ടോ. ഞാൻ എവിടെയെങ്കിലും കുറിച്ച് വെക്കട്ടെ, അല്ലെങ്കിൽ ചേച്ചി മറന്നുപോകും. സുബൈദ BV വരെയുള്ളതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ബാക്കി പിന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മടുത്തോ? നിങ്ങൾ എത്ര സമയം മുടക്കിയാണ് എൻ്റെ ഈ വീഡിയോ കണ്ട് എനിക്കൊരു കമൻറ്റ് ഇട്ടത്. അപ്പം എൻ്റെ ഒരു സ്നേഹമാണ് അങ്ങനെ ഞാൻ വായിക്കാമെന്ന്. ഒരു ദിവസം ഞാനും ടീനുവിന് കുറച്ച് വായിച്ചായിരുന്നേ, ഇനിയിപ്പോൾ ഇടയ്ക്കുള്ളത് കുറച്ചുകൂടി വായിക്കാം, എൻ്റെ അടുത്ത പ്രാവശ്യം വായിക്കാം കേട്ടോ. ഇത് വളർന്നു വരില്ല, അപ്പം ഞാൻ വായിക്കാം. സുബൈദ BV വരെയാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ഥലം ഒന്ന് എഴുതണം കേട്ടോ. സ്ഥലം, പിന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ, കൃഷികളൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യും. എനിക്കിങ്ങനെ ടൈപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറയാൻ ഇഷ്ടം പോലെ പറയാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു, എന്നാലും ഒരു സന്തോഷം കൊണ്ട് അത് മാത്രം ഒന്ന് കാണിക്കാം കേട്ടോ. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണം. ഞങ്ങളുടെ ഡോഗിൻ്റെ കളിപ്പാട്ടമാണത്. അതെ, ഒരു സൂര്യകാന്തി വിടർന്ന് ഒരെണ്ണേ ഉള്ളൂ ആകെ. ഇതൊക്കെ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളെ കാണിക്കാൻ ഉണ്ടോ. ഇതിങ്ങനെ താഴോട്ട് നിൽക്കണം. എനിക്കൊന്ന് സൂര്യനെ നോക്കിയാണ് ഇത് വിടരുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ആവുന്നുള്ളൂ അല്ലേ. അത് മാത്രമേ കാണിക്കുന്നുള്ളൂ, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഇത് അടുത്ത വർഷം ഇത് കുറേ നടണം. എന്ത് രസമല്ലേ. ഇവിടെ അടുത്തൊരു സൂര്യകാന്തിയുടെ തോട്ടമുണ്ട്. അപ്പം അടുത്ത ആഴ്ച ടീനയും ഞാനും റാണിയെ കൂടി പോകണമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ മല്ലിയില ഇഷ്ടമായി എന്ന് കരുതണം കേട്ടോ. ബൈ ബൈ. എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു സോ മച്ച്.